ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ്, ഇതിൻ്റെ എക്സാം നമ്മുടെ ഡിസംബർ 28-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ടപ്പായി കാണും. ഓക്കെ, ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് സമയമുണ്ട്, നല്ലപോലെ പഠിക്കാം. നമ്മളതിൻ്റെ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാത്രം നോട്ട്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സിലബസ്, നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മളിപ്പോൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കിനി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷനും കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ സിലബസ് ഫുൾ കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഏകദേശം കൂടുതൽ മാർക്ക് ഈ ഒരു ഏരിയ നമുക്ക് പ്രതീക്ഷിക്കാം. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുകൊണ്ട് നമ്മൾ ആ ഒരു സെക്ഷൻ ലാസ്റ്റ് കൊണ്ടുവച്ചു. അപ്പോൾ നിങ്ങൾക്കത് ലാസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. നമുക്ക് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ കുറച്ച് ഒരു 40-50 അടുപ്പിച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, select the option which tells about the functional advantage of optical fiber communication. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജ്? ഫസ്റ്റ് വൺ, ദ ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി ഫൈബർ ഓപ്റ്റിക് കേബിൾ ഈസ് ഹയർ ദാൻ ദി മെറ്റൽ കേബിൾസ് ആണോ? സെക്കൻഡ് വൺ, സിൻസ് ദീസ് കേബിൾസ് ആർ ഡയലക്ട്രിക്, no spark hazards are present. Fiber optic cables last longer than copper cables. The amount of data transmission is higher in fiber optic cables. Fifth one, fiber optic cables are immune to electromagnetic interference. Sixth one, these are not affected by electrical noise. ഏതായിരിക്കും വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. അതായത് ഫസ്റ്റ് വൺ ആണ് കറക്റ്റായിട്ട് വരുന്നത്. അതായത് ഇത് കറക്റ്റാണ്. ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ദ ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി ഫൈബർ ഓപ്റ്റിക് കേബിൾ എന്ന് പറയുന്നത് മെറ്റൽ കേബിൾസിനെ കാട്ടിയും ഹയർ ആണ്. അടുത്ത നാലാമത്തെ പോയിന്റ്, ദ എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഫൈബർ ഓപ്റ്റിക് കേബിൾസിൽ ഹയർ ആണ്. അഞ്ചാമത്തെ പോയിന്റ്, ഫൈബർ ഓപ്റ്റിക് കേബിൾസ് ആർ ഇമ്മ്യൂൺ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ്. ആറാമത്തെ പോയിന്റ്, ദീസ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ഇലക്ട്രിക്കൽ നോയ്സ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറിയിൽ? ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ അഡ്വാൻറ്റേജ് ഒന്ന്, അതിന് എക്സ്ട്രീംലി ഹൈ ബാൻഡ്വിഡ്ത്ത് ആയിരിക്കും, റെസിസ്റ്റൻസ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിറൻസ്. ഓക്കെ, അതുപോലെ തന്നെ ലോങ്ങർ ഡിസ്റ്റൻസ്, ലോ സെക്യൂരിറ്റി റിസ്ക്, സ്മോൾ സൈസ്, ലൈറ്റ് വെയിറ്റ്. ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കി പഠിക്കാം കേട്ടോ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ ദ ത്രെഷോൾഡ് ഒപ്റ്റിക്കൽ പവർ ഇൻ എ ലോങ് സിംഗിൾ മോഡ് ഫൈബർ വിത്ത് 0.5 dB കിലോമീറ്റർ ഇൻവേഴ്സ് ഫോർ സ്റ്റിബുലേറ്റഡ് Brillouin scattering within the fiber at a wavelength of 1.3 nanometer. The fiber core diameter is 6 micrometer and a laser source bandwidth is 600 megahertz. സംടൈംസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പം പ്രോബ്ലംസ് ചോദിക്കും. അതുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം കൂടെ നോക്കാം. ത്രെഷോൾഡ് പവർ കാണാനായിട്ടൊരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല എല്ലാവരും പഠിക്കാം. PB = 4.44 × 10⁻³ d² λ² ആൽഫ dB b വാട്ട്. വേർ PB എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് പവർ, ആൽഫ dB എന്ന് പറഞ്ഞാൽ ഫൈബർ അറ്റുനേഷൻ ഇൻ ഡെസിബൽ പെർ കിലോമീറ്റർ, D കോർ ഡയമീറ്റർ ഇൻ മൈക്രോമീറ്റർ, ലാംഡ ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത് ഇൻ നാനോമീറ്റർ, B സോഴ്സ് ബാൻഡ്വിഡ്ത്ത് ഇൻ ജിഗാ ഹെർട്സ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? കിലോമീറ്റർ തന്നിട്ടുള്ള എന്താണ്? ഡെസിബൽ പെർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽഫ dB തന്നിട്ടുണ്ട് 0.5. അതുപോലെ നമ്മുടെ എത്ര തന്നിട്ടുണ്ട്? D കോർ ഡയമീറ്റർ തന്നിട്ടുണ്ട് 6 മൈക്രോമീറ്റർ. അതുപോലെ തന്നെ ലാംഡ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 1.3. B തന്നിട്ടുണ്ട്. B നോക്കുക എത്രയാണ്? സോഴ്സ് ബാൻഡ്വിഡ്ത്ത് തന്നിട്ടുണ്ട് 600 മെഗാ ഹെർട്സ് ആണ്. ഓക്കെ, നമ്മൾ അതിനെ എന്തിലോട്ട് ആക്കണം? ജിഗാ ഹെർട്സിലോട്ട് ആക്കണം. സോ 0.6 ജിഗാ ഹെർട്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇപ്പോൾ ഈ ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ വന്നിട്ട് 80.30 മില്ലി വോൾട്ട് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കൂ. നമ്മുടെ സ്റ്റിമുലേറ്റഡ് ബ്രില്ലിയോൺ സ്കാറ്ററിങ്, SBS എന്ന് പറയാം. സ്റ്റിമുലേറ്റഡ് ബ്രില്ലിയോൺ സ്കാറ്ററിങ് എന്ന് പറയും. ഒരു നോൺ ലീനിയർ പ്രോസസ്സാണ്. ദാറ്റ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതെന്ത് ചെയ്യും? നമ്മുടെ ഫൈബർ ലേസറിൻ്റെ ഒപ്റ്റിക്കൽ പവർ, അതിൻ്റെ ഔട്ട്പുട്ട് പവർ ലിമിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, സ്റ്റിമുലേറ്റഡ് ബ്രില്ലിയോൺ സ്കാറ്ററിങ് ഇറ്റ് ഇസ് ഒരു നോൺ ലീനിയർ പ്രോസസ്സാണ് ദാറ്റ് ക്യാൻ ഒക്കർ ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ദാറ്റ് ലിമിറ്റ് ദി ഔട്ട്പുട്ട് പവർ ഓഫ് എ ഫൈബർ ലേസർ. ഒരു നോൺ ലീനിയർ സ്കാറ്ററിംഗ് ആണ്. ഈ നോൺ ലീനിയർ സ്കാറ്ററിംഗ് കാരണം നമ്മുടെ ഒപ്റ്റിക്കൽ പവർ ഫ്രം വൺ മോഡ് ടു ബി ട്രാൻസ്ഫേർഡ് ഇൻ ഐദർ ദി ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ ടു ദ സെയിം ഓർ അതർ മോഡ്സ് അറ്റ് എ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ നടക്കും. ഓക്കെ, അടുത്ത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സെമികണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്? സെമികണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സിന് നോട്ട് ട്രൂ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ദേ പ്രൊവൈഡ് ഹൈ ഗെയിൻ ഓവർ wide spectral bandwidth. They cannot be used for wideband amplification. They can be integrated to produce subsystems. They are small in size. ഏതായിരിക്കും? They cannot be used for wideband amplification. അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്.
എന്താണ് നമ്മുടെ സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ എന്താണെന്ന് നോക്കാം. ഇറ്റ് വിൽ യൂസ് ദി സെമി കണ്ടക്ടർ ആസ് ദ ഗെയിൻ മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ആണ്. ജസ്റ്റ് ഡിസൈൻഡ് ടു യൂസ് ഇൻ ജനറൽ ആപ്ലിക്കേഷൻസ് ടു ഇൻക്രീസ് ഒപ്റ്റിക്കൽ ലോഞ്ച് പവർ ടു കോമ്പൻസേറ്റ് ഫോർ ദി ലോസ് ഓഫ് അതർ ഒപ്റ്റിക്കൽ ഡിവൈസസ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ റേഞ്ചസും കൂടെ ഒന്ന് പഠിക്കാം. സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് ആർ ഓഫൺ അഡോപ്റ്റഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇൻ ദ ഫോം ഓഫ് ഫൈബർ പിക്ചേർഡ് കോമ്പണൻസ് ഓപ്പറേറ്റിംഗ് അറ്റ് എ സിഗ്നൽ വേവ് ലെങ്ത് നോക്കാം 0.85 മൈക്രോമീറ്റർ ടു 1.6 മൈക്രോമീറ്റർ ആൻഡ് ജനറേറ്റിംഗ് ഗെയിൻ എന്ന് പറയുമ്പോൾ 30 dB ആയിരിക്കും. ഓക്കെ, അതിൻ്റെ എന്തിനൊക്കെ ഈ സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുമ്പം 1310 നാനോമീറ്റർ 1400 1500 ഈ റേഞ്ചസിലുള്ള വേവ് ലെങ്തിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിനെ സിംഗിൾ മോഡ് അല്ലെങ്കിൽ പോളറൈസേഷൻ മെയിൻറ്റെയിനിങ് ഫൈബർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓർക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് ഹൈ ഫൈബർ ടു ഫൈബർ ഗെയിൻ ഓഫ് 20 dB യൂസ്ഡ് അപ് ടു 60 dB ഔട്ട്പുട്ടാണ്. 1 MHz വിത്ത് 10 നാനോസെക്കൻഡ് പൾസ് വിഡ്ത്ത് ആണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് പഠിക്കാം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ പ്രോബ്ലം ഡ്യൂറിംഗ് ദ കൺവേർഷൻ ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ TV ക്യാമറ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ പ്രോബ്ലം അല്ലാത്തത് ഡ്യൂറിംഗ് കൺവേർഷൻ ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ TV ക്യാമറ? എന്താണ്? ദിസ് ഓപ്ഷൻ എ ഹയർ കോൺട്രാസ്റ്റ് റേഞ്ച്. ഹയർ കോൺട്രാസ്റ്റ് റേഞ്ച് ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ, ഹയർ. അപ്പോൾ നമ്മൾ TV ക്യാമറയിലൊക്കെ ക്യാമറ ട്യൂബ് കൺവേർട്സ് ഒപ്റ്റിക്കൽ ഇൻഫോർമേഷനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റുന്നുണ്ട്. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും ഒരു കൺവേർഷൻ സമയത്ത്? എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കാം? ചിലപ്പോൾ ഹയർ നോയിസ് ലെവൽ ആവാം, പുവർ റെസൊല്യൂഷൻ, പുവർ സെൻസിറ്റിവിറ്റി, ഇംപ്രോപ്പർ സ്പെക്ട്രൽ റെസ്പോൺസ്, പുവർ കോൺട്രാസ്റ്റ് റേഞ്ച്. ഇത്രയാണ് അതിൻ്റെ ഒരു പ്രോബ്ലംസ്. ഓക്കെ, ഇതിലല്ലാത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള നോട്ട് എ മേജർ പ്രോബ്ലം എന്ന് വെച്ചിട്ടുള്ളത് ഓപ്ഷൻ C ആണ് വരുന്നത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ റിസീവർ ഫോർ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ റിസീവർ ഫോർ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ? LED, IR ഡയോഡ്, ഫോട്ടോ ഡയോഡ്, LDR. ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? റിസീവർ ഫോർ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഇസ് ഫോട്ടോ ഡയോഡ് ആണ്. ഫോട്ടോ ഡയോഡ്. നമ്മൾ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ ഒരു ഡയോഡ് ലേസർ ഉണ്ട്, ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ലൈറ്റ് സിഗ്നൽസ് ഇൻ ടു ദ ഫൈബർ. അതുപോലെ തന്നെ ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ട്, ഈസ് യൂസ്ഡ് ഫോർ റിസീവിംഗ് ദ ലൈറ്റ്സ്. നമ്മൾ ഓൾറെഡി തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ ഒരു ഡയോഡ് ലേസർ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ ലൈറ്റ് സിഗ്നൽ ഇൻ ടു ദ ഫൈബർ. അതുപോലെ തന്നെ ഫോട്ടോ ഡയോഡ് ഈസ് യൂസ്ഡ് ഫോർ റിസീവിംഗ് ദ ലൈറ്റ് സിഗ്നൽ. ഓക്കെ, ഫോട്ടോ ഡയോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ലൈറ്റ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ബയാസ്ഡ് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫോട്ടോ ഡയോഡ്സ് കാറ്റഗറിയിൽ വരുന്ന PN ഫോട്ടോ ഡയോഡ്, പിൻ ഫോട്ടോ ഡയോഡ്, അവലാഞ്ചി ഫോട്ടോ ഡയോഡ്. നമ്മുടെ പിൻ ഡയോഡ് നോക്കുകയാണെങ്കിൽ 3 റീജിയൻസ് ഉണ്ട്. P ലെയർ, ഇൻട്രൻസിക് ലെയർ, N ടൈപ്പ് ലെയർ. ഓക്കെ, നമ്മൾ ഡിപ്രീഷൻ റീജിയൻ എന്ന് പറയുമ്പോൾ Pയും N റീജിയൻ്റെ ഇടയ്ക്കായിരിക്കും വരുന്നത്, ലാർജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാർജ് ദ ലെയർ ബിറ്റ്വീൻ P ആൻഡ് N റീജിയൻ ഇൻക്ലൂഡ്സ് നോ ചാർജ് കാരിയേഴ്സ്. നമ്മൾ പറഞ്ഞു റിവേഴ്സ് ബയസിലാണെങ്കിൽ ഡിപ്രീഷൻ റീജിയൻ ഓഫ് ദി ഡയോഡ് ഹാസ് നോ ചാർജ് കാരിയർ, സോ ഇറ്റ് വിൽ വർക്കേഴ്സ് ആൻഡ് റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ അതൊരു ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്പെക്ട്രോമീറ്റർ ഈസ് മെയിൻലി യൂസ് ടു മെഷർ. സ്പെക്ട്രോമീറ്റർ എന്ത് മെഷർ ചെയ്യാണ്? ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു മെഷർ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത്. സം ഓഫ് ദി മേജർ ആപ്ലിക്കേഷൻസ് ഓഫ് സ്പെക്ട്രോമീറ്റർ എവിടെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് നോക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ സ്പേസ് എക്സ്പ്ലോഷൻ ഉപയോഗിക്കുന്നു, അതുപോലെ റെസ്പിറേറ്ററി ഗ്യാസ് അനാലിസിസിന് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. മോണിറ്ററൈസിങ് ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ എക്കോസിസ്റ്റത്തിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ? സ്യൂട്ടബിൾ അല്ലാത്തത് ഇറ്റ് ഈസ് ഓപ്ഷൻ D, നമ്മുടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫൈബർ ഒപ്റ്റിക്സ് ഡേറ്റ ട്രാൻസ്മിഷൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫൈബർ ഒപ്റ്റിക് ഡേറ്റ ട്രാൻസ്മിഷൻ? ഏതായിരിക്കും വരുന്നത്? റെസിസ്റ്റൻസ് ടു ഡേറ്റ തെഫ്റ്റ്, ഫാസ്റ്റ് ഡേറ്റ ട്രാൻസ്മിഷൻ റേഞ്ച്, ലോ നോയിസ് ലെവൽ, ഓൾ ഓഫ് ദി എബോ. ഏതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഫൈബർ ഒപ്റ്റിക് ഡേറ്റ ട്രാൻസ്മിഷനിലെ അഡ്വാൻറ്റേജ് ഓൾ ഓഫ് ദി എബോ എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദ അഡ്വാൻറ്റേജ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹൈ ബാൻഡ് വിഡ്ത്ത്, ഹൈ സ്പീഡ്, ലോ സിഗ്നൽ ലോസ്, ഇമ്മ്യൂൺ അഗെയിൻസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്, സ്മോൾ സൈസ്, സ്മോൾ വെയിറ്റ്, ഹൈ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് optical fiber communication works on the principle of it is total internal reflection. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു വെരി തിൻ ഫൈബർ ആണ്. ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഹാവിങ് എ റേഡിയസ് എന്ന് പറയുമ്പോൾ അതും പഠിക്കുക 10⁻⁻6 ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ലൈറ്റ് വെയിറ്റ് ആണ്, ഫാസ്റ്റ് ആണ്, ലോങ് ഡിസ്റ്റൻസ് ഡേറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ് ട്രാൻസ്മിഷൻ വിത്ത് വെരി ഫ്യൂ ലോസസ് കുറച്ചുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് ഡേറ്റ ആൻഡ് ലൈറ്റ് ട്രാൻസ്മിഷനിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പർപ്പസിലാണ് വിത്ത് നെഗ്ലിജിബിൾ ലോസ് ഓഫ് എനർജി.
ഒരു ബണ്ടിൽ ഓഫ് സച്ച് തിൻ ഫൈബേഴ്സാണ്, ഒരു ലൈറ്റ് പൈപ്പായിട്ട് അത് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫിഗറൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഇതിനെ നോക്കുകയാണെങ്കിൽ ഓരോ ഫൈബർ കൺസിസ്റ്റ് ഓഫ് ഈച്ച് ഫൈബർ കൺസിസ്റ്റ് ഓഫ് ഒരു കോറും ഉണ്ട്, ക്ലാഡിങ്ങും ഉണ്ട്. റിഫ്രാക്റ്റിംഗ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കോറും ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ക്ലാഡിങ്. അത് പഠിച്ചോണം, ഹയർ ആണ്. ഇപ്പോൾ ഒരു വൺ എൻഡ് ഓഫ് ദി ഫൈബറിൽ നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഒരു സ്മോൾ ആംഗിളിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ആകുമ്പോൾ ലൈറ്റ് അകത്തൂടെ പാസ് ചെയ്ത് ഇറ്റ് വിൽ ഗോസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ ഇൻഡക്ഷൻ റിഫ്ലക്ഷൻ വഴി ആൻഡ് ഫൈനലി കംസ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആംഗിൾ ഇടിച്ച് വന്ന് വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ഓൾവേസ് ലാർജർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും ഓഫ് ദി കോർ മെറ്റീരിയൽ. ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Dispersion in an optical fiber used in a communication link is of which type? ഏത് ടൈപ്പ് ഡിസ്പേർഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആംഗുലർ ഡിസ്പേർഷൻ ആണോ, മോഡൽ ഡിസ്പേർഷൻ ആണോ, ക്രോമാറ്റിക് ഡിസ്പേർഷൻ ആണോ, ഓൾ ഓഫ് ദിസ്? ഏത് ഡിസ്പേർഷൻ ആയിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, മോഡൽ ഡിസ്പേർഷൻ. മോഡൽ ഡിസ്പേർഷൻ ഈസ് എ ഡിസ്റ്റോർഷൻ മെക്കാനിസം ആണ്, ഒക്കറിങ് ഇൻ മൾട്ടി മോഡ് ഫൈബേഴ്സിലാണ് ആൻഡ് അതർ വേവ് ഗൈഡ്സ് ഇൻ വിച്ച് ദ സിഗ്നൽ എന്ന് പറയുന്നത് സ്പ്രെഡിങ് ടൈം ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊപ്പഗേഷൻ വെലോസിറ്റി ഓഫ് ഓൾഡ് നോട്ട്സ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക കേട്ടോ, അത് വായിച്ച് പഠിക്കാം. മോഡൽ ഡിസ്പേർഷൻ എന്താണെന്നുള്ള തിയറി നോക്കി പഠിക്കാം. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ആ വർക്കിങ്ങിൻ്റെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഏതാണ്? ഇറ്റ് ഈസ് ടോട്ടൽ, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലേ പ്രിൻസിപ്പിൾ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഇത് ഓർക്കുക കേട്ടോ, ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ലാർജ് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 2 × 10⁻14 ഹെർട്സ് ആണ്. ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുമ്പോൾ ഏകദേശം 0.1 dB/km ആണ്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആണ്, ഹയർ ടെൻസൈൽ സ്ട്രെങ്തും ആണ്. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബേഴ്സൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിയറൻസിൽ നിന്നും ഫ്രീ ആണ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ആർ ദി വേവ് ലെങ്ത് ബാൻഡ്സ് യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഏതൊക്കെയാണ് വേവ് ലെങ്ത് ബാൻഡ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, നമ്മൾ ഡി. ഒറിജിനൽ ബാൻഡ് ഉണ്ട്, എക്സ്റ്റെൻഡഡ് ബാൻഡ് ഉണ്ട്, കൺവെൻഷണൽ ബാൻഡ് ഉണ്ട്, ലോങ് ബാൻഡ്, എല്ലാം ബാൻഡ് വരുന്നുണ്ട്. അതിന് നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്തിൽ എഴുതാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഒറിജിനൽ ബാൻഡാണ് ഇൻക്രീസിങ് ഓർഡർ വേവ് ലെങ്തിൽ, അടുത്ത എക്സ്റ്റെൻഡഡ് ബാൻഡ്, ബി കൺവെൻഷണൽ ബാൻഡ്, എ ലോങ് ബാൻഡ്, നമ്മുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലേസർ ഈസ് എ, ലേസർ എന്ന് പറഞ്ഞാൽ ഏത് സോഴ്സ് ആണ്? ഇറ്റ് ഈസ് എ ലൈറ്റ് സോഴ്സ് അല്ലേ? ലേസർ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ലൈറ്റ് സോഴ്സ് ആണ്. ലേസർ എന്ന് വെച്ചൊരു ഡിവൈസ് ആണ് ദാറ്റ് എമിറ്റ് കോഹറൻറ്റ് ലൈറ്റ് ത്രൂ എ പ്രോസസ് കോൾഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, ലേസറിൻ്റെ ഫുൾ ഫോം പഠിക്കുക. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കും, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈഡ്ലി യൂസ്ഡ് ലൈറ്റ് സോഴ്സ് ഇൻ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ്. വൈഡ്ലി യൂസ്ഡ് ലൈറ്റ് സോഴ്സ് ഇൻ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഏത് ലൈറ്റ് സോഴ്സ് ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ഇൻഫ്രാറെഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തിയറിയൊക്കെ വായിച്ച് പഠിക്കാം. അതിൻ്റെ PDF ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, നിങ്ങൾ വായിച്ച് നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഫോളോയിങ് ട്രാൻസ്മിഷൻ മീഡിയ സപ്പോർട്ട്സ് ദി ഹയസ്റ്റ് ഡേറ്റ റേറ്റ്. ഏത് ട്രാൻസ്മിഷൻ മീഡിയം ആയിരിക്കും ഹയസ്റ്റ് ഡേറ്റ റേറ്റ്? ഇറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, കോആക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ, ഇതിൽ മൂന്നിൻ്റെയും ഡിഫറൻസ് പഠിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് യൂസ്ഡ് ഇൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ ഫോർ ദി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? വാട്ട് ഈസ് യൂസ്ഡ് ഇൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ ഫോർ ദി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കോറും ഉണ്ട്, നേരത്തെ വർക്കിംഗ് പറഞ്ഞല്ലോ, നേരത്തെ കൺസ്ട്രക്ഷൻ പറഞ്ഞു, കോറും ഉണ്ട്, ക്ലാഡിങ്, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കാം തിയറി. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഇൻ എൻഡോസ്കോപ്പി. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? എൻഡോസ്കോപ്പിയിലാണ്, എൻഡോസ്കോപ്പി. അപ്പോൾ ഇതിൻ്റെ യൂസസ് നോക്കുക. എവിടെയൊക്കെ ഉപയോഗിക്കാം? ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, മെഡിസിനിൽ, മിലിറ്ററി ആൻഡ് സ്പേസ് ആപ്ലിക്കേഷൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കി പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫൈബർ ഈസ് പ്രിഫേർഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ ഏത് ഫൈബറാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബർ. ഓക്കെ, അഡ്വാൻറ്റേജസ് നോക്കാം. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഈസ് യൂസ്ഡ് to reduce dispersion and thereby increase the data rate. Dispersion കുറയ്ക്കാനും thereby increase the data rate. Step indexും graded index difference നോക്കാം. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. In the structure of the fiber optic cable, the refractive index of the core is always dash the refractive index of the cladding. Core എന്ന് പറയുന്നത് എന്താണ്? It is always greater than. Core is always greater than cladding ആയിരിക്കും. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In an optical fiber, the refractive index of the cladding material should be. Optical fiber nathu refractive index of the cladding material should be
എന്തായിരിക്കും? ലെസ് ദാൻ ദാറ്റ് ഓഫ് കോർ ആയിരിക്കും. ലെസ് ദാൻ ദാറ്റ് ഓഫ് കോർ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ആൻഡ് അണ്ടർഗോസ് ആൻ അബ്രപ്റ്റ് ചേഞ്ച് ഓഫ് ദി ക്ലാഡിംഗ് ബൗണ്ടറി വിച്ച് ഇസ് നോൺ ആസ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓരോന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറിയിൽ എന്താണെന്ന്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ന്യൂമറിക്കൽ അപ്പേർച്ചർ NA ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ ഈസ് യൂസ് ടു ഡിസ്ക്രൈബ്. എന്ത് ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കും? ലൈറ്റ് ഗ്യാതറിംഗ് ഓർ ലൈറ്റ് കളക്ടിങ് എബിലിറ്റി. ലൈറ്റ് ഗ്യാതറിംഗ് ഓർ ലൈറ്റ് കളക്ടിങ് എബിലിറ്റി. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് യൂസ്ഡ് ടു എലിമിനേറ്റ് മോഡൽ ഡിസ്പേർഷൻ ഡ്യൂറിങ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ? ഏത് ടൈപ്പ് ആയിരിക്കും? ഇറ്റ് സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. സിംഗിൾ മോഡൊക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ മോഡൽ ഡിസ്പേർഷൻ ഓഫ് ദി ഫൈബർ ഈസ് 20 നാനോസെക്കൻഡ്സ് പെർ കിലോമീറ്റർ. വാട്ട് വിൽ ബി ദ ഓവറോൾ പൾസ് സ്പ്രെഡിങ് 10 കിലോമീറ്റർ ലോങ് ഫൈബർ? അസ്യൂം മെറ്റീരിയൽ ഡിസ്പേർഷൻ ടു ബി 0. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മോഡൽ ഡിസ്പേർഷൻ ഓവർ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. എത്രയാണ്? 20 നാനോസെക്കൻഡ്സ് പെർ കിലോമീറ്റർ. ഫൈബർ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഓവറോൾ പൾസ് സ്പ്രെഡിങ് 10 കിലോമീറ്റർ ലോങ് ഫൈബർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 20 നാനോസെക്കൻഡ് പെർ കിലോമീറ്റർ ഇൻറ്റു 10 കൊണ്ട് ചെയ്താൽ മതി. 200 നാനോസെക്കൻഡ്സ് കിട്ടും. ഇറ്റ് ഇസ് ഓപ്ഷൻ സി. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഫൈബർ ഒപ്റ്റിക് കേബിൾ ഓവർ കൊയാക്സിയൽ കേബിൾ. കൊയാക്സിയൽ കേബിൾ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഇസ് ലോസ് അല്ലേ? ലോസ് വളരെ കുറവായിരിക്കും. ലോ ലോസ്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റ സി ഇൻ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ഗിവൺ ബൈ. എന്താണ് അത് കാണാനുള്ള ഫോർമുല? ക്രിട്ടിക്കൽ ആംഗിൾ കാണാനുള്ള ഫോർമുല എന്താണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. സൈൻ ഇൻവേഴ്സ് N2 ബൈ N1. സൈൻ വേറെ N1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1, N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2. തീറ്റ കാണാനുള്ള ഫോർമുലയൊക്കെ പഠിക്കുന്നുണ്ട് നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലൈറ്റ് ട്രാവൽസ് എലോങ് ഒപ്റ്റിക്കൽ ഫൈബർ ബൈ. ലൈറ്റ് ട്രാവൽസ് എലോങ് ഒപ്റ്റിക്കൽ ഫൈബർ ബൈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ. ലൈറ്റ് ഈസ് കൺഫൈൻഡ് വിത്തിൻ ദ കോർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ഡ്യൂ ടു. ലൈറ്റ് ഈസ് കൺഫൈൻഡ് വിത്തിൻ ദ കോർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ഡ്യൂ ടു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അറ്റ് ദ കോർ ക്ലാഡിംഗ് ബൗണ്ടറി. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിച്ച് ലൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഏത് ലൈറ്റാണ്? നമുക്കതറിയാം, ഏതാണ്? ലേസർ ലൈറ്റ് അല്ലേ? അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ മാക്സിമം ആംഗിൾ ടു ദ ആക്സിസ് അറ്റ് വിച്ച് ലൈറ്റ് മേ എൻ്റർ ദി ഫൈബർ ഇൻ ഓർഡർ ടു ബി പ്രൊപ്പഗേറ്റഡ് ഈസ് റെഫേർഡ് ആസ് മാക്സിമം ആംഗിൾ. ഏതായിരിക്കും? ഇറ്റ് ഇസ് അക്സെപ്റ്റൻസ് ആംഗിൾ. ഓപ്ഷൻ ഡി ആണ് അക്സെപ്റ്റൻസ് ആംഗിൾ. അടുത്ത നമ്മുടെ 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 32 അല്ലേ? 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ പ്രിഫേർഡ് ആസ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഫോർ ലേസേഴ്സ് ബിക്കോസ് ദേ. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു? പ്രിഫേർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ പ്രിവെൻറ്റ് അറ്റ്മോസ്ഫിയറിക് ഇൻ്റർഫിറൻസ്. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡിസ്പേർഷൻ ഷിഫ്റ്റഡ് ഫൈബർ ഈസ് നോർമലി ഡിസൈൻ ടു ഹാവ് സീറോ ക്രോമാറ്റിക് ഡിസ്പേർഷൻ അറ്റ് 1550 നാനോമീറ്റർ ആണ്. ഡിസ്പേർഷൻ ഷിഫ്റ്റഡ് ഫൈബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് 1300 to 1150 ആണ്. സീറോ ക്രോമാറ്റിക് ഡിസ്പേർഷനും ഉണ്ട്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ക്ലാഡിംഗ് വിച്ച് സറൗണ്ട്സ് ദ ഒപ്റ്റിക്കൽ ഫൈബർ കോർ. ഏതായിരിക്കും? ഇറ്റ് ഇസ് ദ ക്ലാഡിംഗ് വിച്ച് സറൗണ്ട്സ് ദി ഒപ്റ്റിക്കൽ ഫൈബർ കോർ ഗൈഡ് ദ ലൈറ്റ് ഇൻ ദ കോർ. ഗൈഡ് ദ ലൈറ്റ് ഇൻ ദ കോർ. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ഡിസ്പേർഷൻ മീഡിയം ദ ഗ്രൂപ്പ് വെലോസിറ്റി ഈസ്. ഡിസ്പേർഷൻ മീഡിയം ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഫേസ് വെലോസിറ്റി ആയിരിക്കും. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ വേവ് ഗൈഡ് ക്യാൻ ബി കൺസിഡർ ആസ്. വേവ് ഗൈഡ് ക്യാൻ ബി കൺസിഡർ ആസ് ഏത് ഫിൽറ്ററാണ്? ഹൈ പാസ് ഫിൽറ്റർ. 37ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫൈബർ ഈസ് പ്രിഫേർഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഇതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ്. അവിടെ 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൻറ്റിന ഈസ് ബെസ്റ്റ് എക്സൈറ്റഡ് ഫ്രം എ വേവ് ഗൈഡ്. ഏത് ആൻറ്റിനയാണ്? ഇറ്റ് ഇസ് ഹോൺ. ഓപ്ഷൻ ഡി ഹോൺ. 39ാമത്തെ ക്വസ്റ്റ്യൻ. TWT എന്താണ്? TWT എന്ന് വെച്ചാൽ ട്രാവലിംഗ് വേവ് ട്യൂബ്സ് ആണ്. അതിൻ്റെ ക്യാരക്ടറൈസ്ഡ് ബൈ ട്രാവലിംഗ് വേവ് ട്യൂബ്സ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഗെയിൻ എക്സീഡിങ് 40 dB, വൈഡ് ബാൻഡ് വിത്ത് ആൻഡ് ലോ നോയ്സ് ഫിഗർ. അപ്പോൾ ഇതിൻ്റെ നോക്കാം കേട്ടോ. ഇതൊരു ഹൈ ഗെയിൻ, ലോ നോയ്സ്, വൈഡ് ബാൻഡ് വിത്ത് മൈക്രോവേവ് ആംപ്ലിഫയർ ആണിത്. ഓക്കെ. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ന്യൂമറിക്കൽ അപ്പേർച്ചർ NA ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ ഈസ് യൂസ് ടു ഡിസ്ക്രൈബ്. എന്തായിരിക്കും NA ഡിസ്ക്രൈബ് ചെയ്യുന്ന? ലൈറ്റ് ഗ്യാതറിംഗ് ഓർ ലൈറ്റ് കളക്ടിങ് എബിലിറ്റി. ലൈറ്റ് ഗ്യാതറിംഗ് ഓർ ലൈറ്റ് കളക്ടിങ് എബിലിറ്റി. ഓക്കെ. അപ്പോൾ ഈ 40 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് PWDയുടെ ക്ലാസ്സസ് നമുക്ക് ടെലഗ്രാമിലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർക്ക് കോൺടാക്ട് ചെയ്യാം.
നമുക്ക് ഇതിൻ്റെ PDF നോട്ട്സും ക്വസ്റ്റ്യൻസൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ തരുന്ന MCQs എല്ലാം നല്ലപോലെ പഠിച്ച് എക്സാം എഴുതാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഇപ്പോൾ നമ്മൾ അൺഅക്കാഡമി ലൈവായിട്ട് നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി 8:30 ലൈവ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഫ്രീ ആണ്, ലൈവ് ക്ലാസ് എല്ലാം ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ആവാം. ഫ്രീ ആണ് ലൈവ് ക്ലാസ്. ഓക്കെ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്